കോഴിക്കോട് കീഴരിയൂർ തുറയൂർ പഞ്ചായത്തുകളിലെ നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് ഭീഷണിയായി തങ്കമല ക്വാറി. വർഷങ്ങളായി ഖനനം നടക്കുന്ന ഇവിടെ ഭൂമിയുടെ ഘടന വലിയ തോതിൽ തകർന്നിരിക്കുകയാണെന്നും ദുരന്തത്തിന് വഴിയൊരുക്കുമെന്നും നാട്ടുകാർ ആശങ്കപ്പെടുമ്പോഴും ക്വാറി പ്രവർത്തനം തടയാൻ സർക്കാർ തയ്യാറാകാത്തതിൽ പ്രതിഷേധം രൂക്ഷമാകുകയാണ്. കോഴിക്കോട് കീഴരിയൂർ തുറയൂർ പഞ്ചായത്തുകളിലായിട്ടാണ് തങ്കമല ക്വാറി. നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയ്ക്കാവശ്യമായ കരിങ്കല്ല് ഉൾപ്പെടെ ഖനനം ചെയ്യുന്നതിന്റെ മറവിലാണ് നിയമങ്ങൾ ലംഘിച്ച് തങ്കമല ക്വാറിയിലെ പ്രവർത്തനം നടക്കുന്നത് എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം. വളരെ ഉയരത്തിലാണ് ക്വാറി പ്രവർത്തനം. അനിയന്ത്രിതമായി കരിങ്കല്ല് പൊട്ടിക്കുന്നതുമൂലം നിരവധി വീടുകൾക്ക് ഇവിടെ വിള്ളൽ വീഴുകയും പലരും വീടൊഴിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ രൂപപ്പെട്ട വലിയ കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. തുടർച്ചയായി മഴ പെയ്യുന്നതുമൂലം ഇത് പൊട്ടി താഴത്തേക്ക് ഒഴുകിയെത്തിയാൽ നൂറുകണക്കിന് വീടുകൾക്കും ജീവനും അപകടം വരുത്തുമെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ക്വാറിയുടെ പ്രവർത്തനം നിർത്താനോ നിയന്ത്രിക്കാനോ സർക്കാർ തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം. ക്വാറി മാഫിയുമായുള്ള CPM ബന്ധമാണ് ഇതിന് കാരണമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം VP ദുൽകിഫിൽ ആരോപിച്ചു. 41 നിയമലംഘനങ്ങൾ സർക്കാരിൻ്റെ ഏജൻസി കണ്ടുപിടിച്ച ഈ ക്വാറിയുടെ പ്രവർത്തനം എന്തുകൊണ്ട് ഇതിൻ്റെയൊക്കെ പരിസ്ഥിതി ആഘാത പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും എൻവയോൺമെൻറ്റിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇതിൻ്റെയൊക്കെ കമ്മിറ്റിയുടെ ചെയർമാൻ ജില്ലാ കളക്ടറാണ്. ഈ കളക്ടർക്ക് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ ചുമതലയുമുണ്ട്. ഇത്രയും വലിയ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഈ ക്വാറിക്കെതിരെ ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാൻ അദ്ദേഹത്തിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അദ്ദേഹം ആരെയാണ് ഭയപ്പെടുന്നത്? അദ്ദേഹം ഭയപ്പെടുന്നത് സംസ്ഥാന LDFൻ്റെ സെക്രട്ടറിയും കൺവീനറും ഇപ്പോഴത്തെ പേരാമ്പ്ര MLAയുമായ TP രാമകൃഷ്ണനെയാണോ? ക്വാറി ഖനനം അടിയന്തരമായി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ശക്തമായ സമരത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. അമൃത ന്യൂസ്, കോഴിക്കോട്.